ഗായ്സ്, നമ്മളെ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അനാൻഷയുടെ പ്രശ്നങ്ങളാണ്. പ്രോഗ്രാമിന് പോവുക, പ്രോഗ്രാം ക്യാൻസലാകുക, പാടാൻ പറ്റാതെ തിരിച്ചു പോവുക. സൗദിയിൽ 2 ദിവസം മുന്നേ നടന്നതാണ്. സൗദിയിൽ ഒരു പ്രോഗ്രാമിന് പോയി അവിടുത്തെ ഇവൻ്റ് ഏറ്റെടുത്ത ആൾക്കാർ പണി കൊടുത്തു. കാരണം ഒരു കുടുംബ സംഗമത്തിന് വെക്കുന്നതായിട്ട് 2 സ്പീക്കറും വെച്ചിട്ട് സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിട്ട് അവിടെ വന്ന അനാഷനെ കാണാൻ വന്ന ഫാമിലിയോടും പ്രഷറോടും ഒക്കെ പറയുന്നുണ്ട്, സോറി പറയുന്നുണ്ട്. എനിക്ക് ഇവിടെ പാടാൻ പറ്റില്ല, കാരണം ഇവിടെ ഒന്ന് പാടാനുള്ള ലൈസൻസ് എടുത്തിട്ടില്ല. നമുക്കറിയാം സൗദി പോലത്തെ സ്ഥലത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ അവിടെ ലൈസൻസ് നിർബന്ധമാണ്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഗായകൻ മാർക്കോസ് അവിടെ പോയിട്ട് ഇതുപോലെ ഒരു ഉഡായിപ്പ് ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ട് പോലീസ് പിടിച്ചിട്ട് ഒരു ദിവസം സ്റ്റേഷനിൽ നിന്ന ഒരു കഥ നമ്മൾ കേട്ടതാണ്. അപ്പം അതുപോലെയാണ് അനാൻഷക്കും സംഭവിച്ചത്. അനാൻഷ പറഞ്ഞു, ഇവിടെ എനിക്ക് പാടാൻ പറ്റില്ല, എനിക്ക് പാടാനോ ഉള്ളൊരു പെർമിഷൻ ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനാൻഷ തിരിച്ചു പോവുക ചെയ്ത്. അത് കഴിഞ്ഞിട്ട് പോയി ഏറ്റെടുത്തൊരു പരിപാടിയാണ് കാസർഗോഡ്. അത് വേറൊരു പ്രശ്നം. കാരണം ചെറിയൊരു ഗ്രൗണ്ടിൽ മാക്സിമം ഒരു 5000 ആൾക്ക് വരാൻ പറ്റിയ ഒരു ഗ്രൗണ്ടിൽ 10,000 ആൾക്കാർ വന്ന് അവിടെയും പാടാൻ പറ്റാതെ പോലീസുകാർ ഇടപെട്ട് ലാത്തി വീശേണ്ടി വന്നു. കുറേ പേർക്ക് പരിക്കേറ്റു. അവസാനം അവിടുത്തെ പോലീസ് വന്ന് പരിപാടി നിർത്തി വെക്കാൻ പറഞ്ഞു. അവിടെയും അനാൻഷ വന്ന ജനങ്ങൾക്ക് സോറി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക ചെയ്തു. ഇറങ്ങിപ്പോവല്ല, ഓടുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ജീവനൊന്നും കൊടുക്കില്ല, കാരണം അത്രയും പ്രശ്നമായിരുന്നു കണ്ടോ. ഇപ്പം 2 ദിവസമായിട്ട് ഇത് തന്നെ പ്രശ്നം, അനാൻഷയുടെ പ്രശ്നം. പക്ഷെ ഇനിയെങ്കിലും പരിപാടി വെക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നല്ലൊരു ഗ്രൗണ്ട്, കാരണം അത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും. അനാൻഷ ഇപ്പം കേരളത്തിൽ ഭയങ്കര ഹൈപ്പുള്ളൊരു ഗായകനാണ്. അയാളെപ്പോലത്തെ ഒരാളെ ഇനി ഒരു പരിപാടി അയാളെ വെച്ചിട്ട് വെക്കുമ്പോൾ നല്ലൊരു ഗ്രൗണ്ട്, നല്ലൊരു സ്ഥലം, ജനങ്ങൾക്കെല്ലാം വന്ന് പരിപാടി കാണാനുള്ള ഒരു അപകടവും ഉണ്ടാവാതെ പരിപാടി വന്ന് കാണാനുള്ള സ്ഥലമായിരിക്കണം ഇനി നിങ്ങൾ കാണേണ്ടത്. അനാൻഷയ്ക്ക് ഇനി നല്ല പരിപാടി കിട്ടട്ടെ, നല്ല ഇവൻറ്റ് നടക്കട്ടെ. പ്രേക്ഷകർക്കും അനാൻഷയുടെ പരിപാടി കാണാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാവട്ടെ.